നമുക്ക് ശ്രീനന്ദിലേക്ക് പോകണം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന കേസിൽ അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല. ശ്രീനന്ദ, ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നമ്മൾ പ്രേക്ഷകർക്കായി ഇപ്പോൾ പുറത്തുവിടുന്ന വാർത്ത. രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല. എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയത്? എന്തൊക്കെ വാദമാണ് രാഹുൽ ഈശ്വറിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചത്? ശ്രീനന്ദ. പ്രോസിക്യൂഷൻ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ തള്ളിക്കളയാനാകില്ല എന്നൊരു നിരീക്ഷണത്തിലേക്കാണ് കോടതി എത്തിയത്. കാരണം സമൂഹ മാധ്യമത്തിലൂടെ നിരവധി സ്ത്രീകളെ രാഹുൽ ഈശ്വർ മുൻപും സമാന രീതിയിൽ അപമാനിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളും അതുപോലെ തന്നെ കമന്റുകളും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സമൂഹത്തിന് ഒരു മാതൃകയായിട്ടുള്ളൊരു കാര്യമല്ല ഇപ്പോൾ ഇദ്ദേഹത്തെ ജാമ്യത്തിൽ വിടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കളയണമെന്നുള്ളൊരു ആവശ്യമാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. അതിനെ തികച്ചും സപ്പോർട്ട് ചെയ്യുന്ന രീതിക്കുള്ള ഒരു നടപടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സമൂഹത്തിന് ഒരു മാതൃകയേകുന്ന ഒരു പ്രവൃത്തിയല്ല അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യത്തിന് യാതൊരുവിധ വകുപ്പുകളും കാണുന്നില്ല എന്നുകൂടി കോടതി ഇതിൽ പറയുകയുണ്ടായി. എന്തായാലും ചീഫ് അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതി, 4ാമത്തെ കോടതിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ളൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിനായി അടുത്ത ദിവസം തന്നെ അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും സമൂഹ മാധ്യമത്തിലൂടെ ഇത്തരത്തിൽ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളും അതുപോലെ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. രാഹുൽ ഈശ്വറിനും ജാമ്യമില്ല, രാഹുൽ മാങ്കൂട്ടത്തിനും ജാമ്യമില്ല. നിർണായക വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്.